നമ്മളുടെ കണ്ണുകളടയ്ക്കാം. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നുവരെയുള്ളതായ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തു പ്രവർത്തിച്ചു എന്ന് ഇനിയുള്ള ജീവിതത്തിലും ദൈവമേ കൂടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബറക്കുമോർ. നല്ലവനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിങ്കനോട് ചേർന്ന് നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും വചനത്തിൻ്റെ നിറവിലായിരിക്കാനും ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെയുള്ളതായ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വഴിനടത്തിപ്പുകളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുമ്പോൾ അനേകരുടെ പ്രാർത്ഥനയാകുന്നു ഞങ്ങളുടെ ജീവിതം. ഇനിയും ഞങ്ങളുടെ ജീവിതവും അനേകരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായി തന്നെ തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്നു നിറയണമേ. നിന്റെ കൃപ, നിന്റെ സമാധാനം, പ്രത്യേകിച്ച് ലോകം യുദ്ധം കൊതിക്കുമ്പോഴും കർത്താവേ, പുതുതലമുറയുടെ ജീവനും ജീവിതവും പ്രതിസന്ധികളിൽ നിറയുമ്പോഴും പ്രവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ കുഞ്ഞുങ്ങൾ പോലും വേദനയോടെ നിൽക്കുമ്പോഴുമൊക്കെ സമാധാനത്തിന് വേണ്ടി പുനരുത്ഥാനത്തിന് ശേഷമുള്ളതായ നിമിഷങ്ങളിലായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്നു നിറയണമേ. സമാധാനവും സൗഖ്യവും ഇന്നലകൾ എന്നതുപോലെ ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമ മഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന, പ്രത്യേകിച്ച് പരിമല സെമിനാരിയുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിയച്ചൻ, അതോടൊപ്പം തന്നെ പ്രധാന ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട എൽദോ അച്ചൻ, സ്വാഗതം നല്ല വാക്കുകൾ കൊണ്ട് പരിചയപ്പെട്ട അന്നു മുതൽ ഇന്നുവരെയും നല്ല സൗഹൃദത്തിലായിരിക്കും ബഹുമാനപ്പെട്ട ജർണച്ചൻ, ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഉള്ളിൽ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, അതോടൊപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഒരു വേദഭാഗം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെക്കുകയാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ് അതിൽ കാണുന്നത്: ദൈവം എന്ത് പ്രവർത്തിച്ചു. വളരെ നീളമുള്ള ഒരു വേദഭാഗമാണ് എങ്കിൽ തന്നെയും അതിൽ നിന്ന് ഈ ഒരു വാചകം നമുക്ക് ഇന്നത്തെ കുറിവാക്യമായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ തക്കവണ്ണം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. ഈ പുതിയ കാലം നമ്മുടെ മുൻപിൽ ഒരുപക്ഷെ 2026 ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നൊരു കാലമാണ്. കാരണം സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും മുൻപിൽ മുട്ടുകുത്തി നിന്ന് കുരിശു വരയ്ക്കുന്ന ഒരു ചിത്രം തൻ്റെ ആത്മീയതയെ അത്രയും വിശാലമായൊരു പുൽത്തകിടിയിൽ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം മടിയില്ലായിരുന്നു എന്നുള്ളത് ലോകത്തിലെ എത്രയോ കോടി മനുഷ്യരുടെ മുൻപിൽ ജെൻസി എന്നൊരു പക്ഷേ വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വലിയ സാക്ഷ്യമായിരുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമിൽ നമ്മൾ നോക്കുമ്പോഴും ജമീമ എന്ന് പറയുന്നൊരു പെൺകുട്ടി, അവളും ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെ മുൻപിലും പലതവണ നിന്ദിക്കപ്പെട്ടിട്ടും അവൾ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത് പുതിയ തലമുറയിലെ വളരെ ഉയർച്ചയിൽ നിൽക്കുന്നൊരു പെൺകുട്ടിയും ദൈവത്തെ സാക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്തിടെ കേരളത്തിൽ IFS നേടിയ ഒരു പെൺകുട്ടിയും തൻ്റെ കയ്യിലുള്ളതായ
കൊന്തമാലയും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വേദഭാഗവും ഒക്കെ തൻ്റെ ജീവിതത്തിൽ അത് തൻ്റെ വിജയത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ, പുതുതലമുറയിലെ പ്രശസ്തരായ ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ദൈവം എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതിനെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ 2026 നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുവാനുള്ളത്, ജെൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടെന്ന എന്ന് പലപ്പോഴും മുതിർന്നവർ, പുതിയ തലമുറയിലെ പല കുഞ്ഞുങ്ങളും തെറ്റിപ്പോകുന്നുവെന്ന് നമ്മൾ പറയുമ്പോഴും വലിയ പ്രതീക്ഷകൾ നമുക്ക് നൽകിക്കൊണ്ട് അവരെ നമ്മൾ മാതൃകയാക്കുവാൻ തക്കവണ്ണമുള്ള മഹിതമായ ജീവിതം അവർ നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ അടുക്കെ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് ആൽവിൻ എന്ന് പറയുന്ന ഒരു കുട്ടി. കൂടൽ മഹാ ഇടവകയിലെ ഒരു മോനാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അവന് മെനഞ്ചൈറ്റിസ് വന്നതാണ്. കൈയും കാലും തളർന്നു പോയി. എങ്കിലും ചെങ്ങന്നൂർ നടന്ന് ഇവിടെ പദയാത്രയായി ആ മകൻ വരും. അപ്പോൾ ഈ നോമ്പ് സമയത്ത് വലിയ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ വന്നു. ആശാഴ്ചയൊക്കെയാണ്. ഡോക്ടർ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയുമ്പോഴും ഞാൻ ചോദിച്ചു, നോമ്പൊക്കെ ഉണ്ടോ? അപ്പം ആ കുഞ്ഞിനോട് ചോദിക്കുക, അച്ഛാ ആശാഴ്ചയല്ലേ? ജീവിതത്തിൻ്റെ ഒരുപക്ഷെ വീണു പോകാവുന്ന ഒരു സാഹചര്യത്തിലും ഒരു കൊച്ചു ചെറുപ്പക്കാരൻ ഇന്ന് ഇപ്പോൾ സൺഡേ സ്കൂളിൽ ചെന്നപ്പോൾ OBBS ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ OBBS ചെന്നപ്പോൾ ഒരു ക്ലാസ് ആ മോന പഠിപ്പിച്ചതെന്ന്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന പുതിയ തലമുറയിലെ ഓരോ കുട്ടികളും, ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അഭിമാനമായി മാറുന്ന റെനീറ്റ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു സിനിമ 15-ാം തീയതി റിലീസായത്. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരിക്കുന്ന കൈതക്കോടുള്ളതായ റെനീറ്റ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ്. 50 ദിവസം നോമ്പ് നോറ്റ് കുണ്ട്ര കുറിയാക്കോസ് സെമിനാരിയിൽ പോയി ഓരോ യാമനമസ്കാരങ്ങളും തികച്ച് ഒരു ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ പറയുന്ന ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ മലങ്കര സഭയിലെ ഒരു മകനാണ്. ഹാശാഷ് ദുഃഖവെള്ളിയാഴ്ച എൻ്റെ തഴവ ദേവാലയത്തിൽ റെനീറ്റാണ് പ്രസംഗിച്ചത്. അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ചെറുപ്പക്കാരെയും നമ്മൾ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ വേദനകളിലാണെങ്കിലും വലിയ വളർച്ചയിലാണെങ്കിലും അവരുടെ പഠന മേഖലയിലാണെങ്കിലും, ഞാൻ ശുശ്രൂഷിക്കുന്ന പള്ളിയിലെ ഒരു മോൻ ചോദിച്ചു, മോനെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് പഠനം എങ്ങനെയുണ്ട്? അപ്പം അവൻ പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, റൂമിലുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? അപ്പം നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. അപ്പം പറഞ്ഞു, അച്ഛാ ഞാൻ സന്ധ്യയാകുമ്പോൾ യേശുദമ്പുരാൻ്റെ പടം എടുത്തു വെച്ചൊന്ന് പ്രാർത്ഥിക്കും. കൂടെയുള്ള പലർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചാൽ അവരൊക്കെ മദ്യപിക്കുന്നവരുണ്ടോ? റൂമിൽ വെച്ച് മദ്യപിക്കുന്നതിന് അവർക്ക് മടിയില്ല, പക്ഷേ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. നഴ്സിങ്ങിന് പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ്റെ പെങ്ങളുടെ മകളെ കണ്ടുമുട്ടി ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ? അപ്പോൾ പറഞ്ഞു, അച്ഛാ സൗഹൃദങ്ങൾ ഒരു 5 തലത്തിലാണ്. ബെസ്റ്റിയുണ്ട്, ലവറുണ്ട്, ചങ്കുണ്ട്, ക്രഷുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് ഞങ്ങളുടെ ഇടയിൽ ബന്ധങ്ങൾ. അതിനൊക്കെ ഓരോരോ അളവുകോലുകളുണ്ട്. പക്ഷേ എങ്കിലും ഒരുപക്ഷെ പലപ്പോഴും ഫിസിക്കൽ റിലേഷനിലേക്കൊക്കെ പോകുമ്പോൾ ഈ സൗഹൃദങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ ആ മോള് പറഞ്ഞു, വെച്ചാൽ എൻ്റെ സ്പിരിച്വാലിറ്റി കൊണ്ടാണ് ഞാനൊരു പക്ഷേ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകാത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ചെറുപ്പക്കാരെയും, ക്രൈസ്തവരായിരിക്കുന്ന അല്ലെങ്കിൽ ഏത് ആത്മീയ മേഖലയിലാണെങ്കിലും ആത്മീയത കാത്തു സൂക്ഷിക്കുന്ന ഒരു പുതിയ തലമുറ എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരച്ഛൻ്റെ മകൾ ബിയാർക്കിന് ചെന്ന് ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, റോൾ മോഡൽ ആരാണ്? അപ്പോൾ പറയുന്നു, എൻ്റെ പപ്പായാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു പുരോഹിതനാണ്. അപ്പോൾ നമ്മൾ പുതുതലമുറയിലെ ഓരോ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ കാണുമ്പോൾ അവർ ആത്മീയരായി വളരെ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എവിടെയാണ് പുതിയ തലമുറ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ അവർ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ വന്ന ചില പരാജയങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കേണ്ടുന്നതാണ്.
തഴവ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ പിതാവ് സൺഡേ സ്കൂളിൻ്റെ HM ആയിരുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്, പള്ളിയിലെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് പ്രസംഗിക്കണം. അങ്ങനെ ഒരു പ്രസംഗ മത്സരം ആരംഭിച്ചു. കഴിഞ്ഞ വർഷം 51 കുട്ടികൾ പ്രസംഗിച്ചു. 100 കുട്ടികളിൽ 51 കുട്ടികൾ ദൈവവചനവും അതുപോലെ വിവിധങ്ങളായ മേഖലകളെയും എടുത്ത് പ്രസംഗിക്കുമ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അവർ എല്ലാവരും പ്രവചിക്കുമെന്ന് പറയുന്നത് പോലെ, അതോടൊപ്പം തന്നെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും എന്ന് പറയുന്നത് പോലെ വളരെ അനുഗ്രഹീതമായ ഒരു കാലം നമ്മുടെ മുൻപിൽ പിറക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ നോക്കിക്കാണേണ്ടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ, ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോഴും ഇവിടെ ഇരിക്കുന്നൊരു മനുഷ്യൻ എൻ്റെ അരികെ വന്നിട്ട് പറഞ്ഞു, വെച്ചാ ഒരു മകൾ ഇന്ന് പരീക്ഷ എഴുതേണ്ടുന്നതാണ്, പക്ഷേ ക്യാൻസറിൻ്റെ വലിയ വേദനയിലാണ്. നിങ്ങളുടെ കയ്യിലേക്ക്, പരിശുദ്ധൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ കുട്ടിയെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ഈ വേദഭാഗം ഇവിടെ പറയുവാൻ തക്കവണ്ണം കാരണമായത്, സാമുവേൽ മോഴ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ആദ്യമായി ടെലഗ്രാഫ് കണ്ടുപിടിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ ആദ്യമായി ടെലഗ്രാഫിലൂടെ അടിച്ചു വരുന്ന സന്ദേശമാണ് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം. ദൈവം എന്ത് പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു വലിയ പശ്ചാത്തലമുണ്ട്. സാമുവേൽ മോഴ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ ചിത്രകാരനായിരുന്നു. ആ മനുഷ്യൻ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഒരാളുടെ മുഖം വളരെ മനോഹരമായി അദ്ദേഹത്തിന് വരയ്ക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ സാമ്പത്തികമായി അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കുവാൻ തക്കവണ്ണം പറ്റാതെ വന്നു. അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ പിതാവ് ഒരു എഴുത്ത് കൊടുത്തു വിട്ടു, സാമുവേൽ, നിന്റെ ഭാര്യ രോഗിയായിരിക്കുന്നു. അങ്ങനെ തൻ്റെ രോഗിയായ ഭാര്യയെ കാണുവാൻ ചെന്ന സമയത്ത് അന്നത്തെ യാത്രാ സൗകര്യങ്ങളുടെ കുറവ്, ആശയവിനിമയത്തിൻ്റെ കുറവ്, ഒരു കത്താണ് കിട്ടിയത്. ചെന്നപ്പോഴേക്കും ഭാര്യയുടെ സംസ്കാരം കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിത്രകാരനിൽ നിന്ന് വേദനയിലേക്ക് തൻ്റെ ജീവിതം മാറുകയാണ്. നോക്കിക്കേ, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. ആ രോഗാവസ്ഥയിൽ ചെന്നൊന്ന് കൂടെ ഇരിക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ശവസംസ്കാരം കഴിഞ്ഞു. ആ കല്ലറയിലായിരിക്കും അദ്ദേഹം ചെന്ന് നിന്നത്. അവിടെ നിന്ന് ഒരു പെയിന്റർ എന്ന നിലയിൽ, ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ആ മനുഷ്യൻ താൻ അനുഭവിച്ച വേദനയെ ഇനിയൊരാൾ അനുഭവിക്കരുത് എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു പെയിന്ററിൽ നിന്ന് സയന്റിസ്റ്റ് എന്ന തലത്തിലേക്ക് അദ്ദേഹത്തെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണമുള്ള ഒരാഗ്രഹം അദ്ദേഹത്തിൽ ഉദിക്കുകയാണ്. അങ്ങനെ സാമുവൽ മോഴ്സ് ടെലഗ്രാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപക്ഷെ ആദ്യമായി സന്ദേശങ്ങൾ കൈമാറുവാൻ തക്കവണ്ണം ഇടയായ ടെലഗ്രാഫിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് വരികയാണ്. ജീവിതത്തിൽ വീണ്ടും പ്രതിസന്ധികളാണ്. അവിടേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രശസ്തനായത് ഇലക്ട്രിക് ടെലഗ്രാഫും അതോടൊപ്പം മോഴ്സ് കോഡ് എന്ന് പറയുന്ന ടെലഗ്രാഫിൻ്റെ ഭാഷയും, ഇത് രണ്ടുമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അവിടെ അദ്ദേഹത്തിന് വീണ്ടും പ്രയാസമാണ്. കാരണം അതിന് പേറ്റന്റ് കിട്ടാനായിട്ട് താമസം ഉണ്ടാകുന്നു. മറ്റു പല കാരണങ്ങളാൽ നിന്ദിക്കപ്പെടുകയും, എന്നാൽ അദ്ദേഹം ഒരു രാത്രി മുഴുവൻ അദ്ദേഹം കാത്തിരിക്കുകയാണ്, തനിക്ക് ഇതിന് അനുവാദം കിട്ടുമോ എന്നുള്ളതാണ് തൻ്റെ ചിന്ത. പക്ഷേ അദ്ദേഹം വളരെ നിരാശയോടുകൂടി ആ ഹോട്ടലിൽ ഇരുന്ന് പേറ്റന്റ് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തൻ്റെ പ്രയാസം നീണ്ടുപോകുന്നു. ആ രാത്രിയിൽ അതിന് അനുവാദം ലഭിക്കുന്നില്ല. പക്ഷെ എന്നാൽ പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു പെൺകുട്ടി ഓടി വന്ന് ഈ മനുഷ്യൻ്റെ അരികെ വന്ന് പറയുന്നുണ്ട്, ആനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് അനുവദിച്ചിട്ടുണ്ട്. വളരെ നിരാശയുടെ അനുഭവത്തിലിരുന്ന് അദ്ദേഹം പറയുന്നുണ്ട്, മോളെ, എനിക്ക് വളരെ സന്തോഷമായി, ഇതിന് അനുവാദം കിട്ടി. ടെലഗ്രാഫിലൂടെ ആദ്യം ലോകം അറിയാൻ പോകുന്നത് നീ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വലിയ സന്തോഷത്തിൽ ആനി എന്ന് പറയുന്ന
ആ പെൺകുട്ടിയോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പാലിക്കുകയാണ്. ആ ഒരു വേദഭാഗം ആനി അദ്ദേഹത്തോട് പറയുന്നു. ടെലഗ്രാഫ് അതിലൂടെ ആദ്യമായി അടിച്ചു വരുന്ന വാക്കാണ് ഞാൻ പറഞ്ഞ ദൈവം എന്ത് പ്രവർത്തിച്ചു. അതിൻ്റെ ഇംഗ്ലീഷാണ് അടിച്ചു വരുന്നത്. അപ്പൊ നോക്കിക്കേ, ലോകത്തിൽ ആദ്യമായി മനുഷ്യൻ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യമായി അടിച്ചു വരുന്ന വാചകം ദൈവം എന്ത് പ്രവർത്തിച്ചു എന്നതാണ്. ഒരു ടെലഗ്രാം സന്ദേശം. ആ സന്ദേശമാണ് പിന്നീട് ടെലിഫോൺ അല്ലെങ്കിൽ വിവിധങ്ങളായ ട്രെയിനിൻ്റെ ഒരുപാട് സന്ദേശങ്ങൾ ഇങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങളിലേക്ക് വരുന്നത്. പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിക്കുമ്പോഴും നമുക്കറിയാം, പേപ്പട്ടി കടിച്ച ഒരു മനുഷ്യനെ കൊല്ലൻ്റെ ആലയിലേക്ക് കൊണ്ടുപോയി കാലിൽ ഇരുമ്പുരുക്കി വെക്കുന്ന കണ്ടിട്ടൊരു ചെറുകുട്ടി അതിൽ നിന്ന് പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞനായി വളരുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളായി മാറുകയാണ്. നോക്കിക്കേ, 1844 മെയ് 24 വാഷിങ്ടണിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക സന്ദേശം വരികയാണ്. വാചകം ദൈവം എന്ത് പ്രവർത്തിച്ചു. നമ്പേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 23. അപ്പോൾ അവിടെ ഈ ലോകത്തിലെ ഒരു വലിയ മഹത്തായ ഒരു സന്ദേശം വരുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ ആനിയുടെ കുടുംബം എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആനിയുടെ പിതാവ് സാമുവൽ മേഴ്സിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹം പേറ്റന്റ് ഓഫീസിലെ കമ്മീഷണറാണ്. അപ്പം ആ ഒരു ബന്ധം അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു വാചകത്തെ നമ്മുടെ ജീവിതവുമായി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അതിനെ ദൈവം എന്തൊരത്ഭുതമാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എത്ര വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് യുദ്ധത്തിൻ്റെ നടുവിൽ ഈ ലോകം നിൽക്കുമ്പോൾ ഇവിടെ സാമുവൽ മേഴ്സ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു പുതിയ ടെക്നോളജിക്ക് ദൈവവുമായി കണക്ട് ചെയ്താണ് അദ്ദേഹം അതിലൂടെ ആദ്യമായി വാചകം വരുന്നതെങ്കിൽ ഇന്ന് ഒരു മനുഷ്യൻ എഴുതി വെച്ചു, യുദ്ധം അവസാനിക്കുമ്പോൾ അവിടെ ഒരു മുല്ല നടണം, കാരണം സുഗന്ധം പരത്തുവാൻ ഇനി കുഞ്ഞുങ്ങൾ അവിടെ ഇല്ലല്ലോ. സുഗന്ധം പരത്തുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളില്ലാത്തൊരു കാലത്ത് ശാസ്ത്രം ഇത്രയേറെ വളർന്നു നിൽക്കുമ്പോൾ മനുഷ്യവംശത്തിൻ്റെ ശാസ്ത്രം ഒക്കെ പഠിച്ചിട്ട് സാപ്പിയൻസ് എന്ന് പറയുന്ന ഹരാരി എഴുതിയ പുസ്തകത്തിൽ അവസാനം കുറിച്ചു വച്ചിരിക്കുന്നത് പോലെ ദൈവമായി മാറുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ അപകടകാരികളായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓരോ കണ്ടുപിടുത്തങ്ങളെയും നമ്മൾ നോക്കുക. ടെലിഫോൺ ഗ്രഹാംബൽ കണ്ടുപിടിക്കുന്ന സമയത്ത് 1876 അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചൂടുള്ള എന്തോ ഒന്ന് വീഴുന്ന സമയത്ത് അദ്ദേഹം അതിലൂടെ ആദ്യമായി പറയുന്നത് മിസ്റ്റർ വാട്സൺ കം ഹിയർ, ഐ വാണ്ട് ടു സീ യു എന്നതാണ്. ആദ്യമായി മറ്റൊരാളെ തന്നിലേക്ക് വിളിക്കുകയാണ് ടെലിഫോൺ ഉണ്ടാകുമ്പോൾ. ഇനി ആറ്റം ബോംബ് പരീക്ഷിക്കുമ്പോൾ ട്രിനിറ്റി എന്ന് പറയുന്ന ആറ്റം ബോംബ് പരീക്ഷിക്കുന്ന ടെസ്റ്റിൽ അത് കാണുന്ന റോബർട്ട് ഓപ്പൺഹൈമർ പറയുന്നത് ഇപ്പോൾ ഞാൻ ലോകങ്ങളെ നശിപ്പിക്കുന്ന മൃത്യു ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവത്ഗീതയെ ആസ്പദമാക്കിക്കൊണ്ടാണ് അത് പറയുന്നത്. പിന്നീട് എന്നാൽ ഓരോ കണ്ടുപിടുത്തങ്ങളെയും നമ്മൾ കാണുമ്പോൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽച്ചുവടുവെപ്പാണ്, പക്ഷേ മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടമാണ്. പിന്നീട് നാം കാണുമ്പോൾ ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തത്തിലും ലോഗിൻ എന്നാണ് ആദ്യമായി അതിൽ അയക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ LO എന്ന വാക്ക് മാത്രമാണ് ആദ്യം പോകുന്നത്. പിന്നീട് വീണ്ടും അത് ശരിയാക്കിയിട്ടാണ് ലോഗിൻ എന്ന വാക്ക് അയക്കുന്നത്. അതുപോലെ വിമാനം കണ്ടുപിടിക്കുമ്പോഴും അല്ലെങ്കിൽ അത് പറത്തിയതിന് ശേഷവും ഒക്കെ റൈറ്റ് സഹോദരന്മാരും വീട്ടിലേക്ക് അയക്കുന്ന സന്ദേശം ടെലിഗ്രാഫായിട്ട് ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിലെത്തും എന്നതാണ്. ഇത്രയടി അത് പറത്തിയെന്നുണ്ട്, പല കാര്യങ്ങളും ഉണ്ടെങ്കിലും പറഞ്ഞു വെക്കുന്നത് ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിലെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ടുപിടുത്തങ്ങളുടെ ഒക്കെ നടുവിലും നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സയന്റിസം എന്നൊരു വാക്ക് പല പുസ്തകത്തിലും, പ്രത്യേകിച്ച് നാഗ്പൂർ സെമിനാറി പ്രിൻസിപ്പലായിരുന്ന ബിജേഷ് അച്ഛൻ്റെ പുതിയ പുസ്തകത്തിൽ വായിക്കുവാനിടയായതാണ് സയന്റിസം എന്നൊരു വാക്ക്.
അപ്പം അതുപോലെ തന്നെ നിരീശ്വരവാദത്തിൻ്റെ ആണെങ്കിലും സയൻസിനോടുള്ള അമിതമായ സ്നേഹം അത് വേണ്ട എന്നല്ല, പക്ഷേ സ്പിരിച്വാലിറ്റിയും സയൻസും ഒരുമിച്ച് പോകേണ്ടതാണ് എന്നുള്ള പുതുതലമുറ തിരിച്ചറിയുന്നൊരു വലിയ തിരിച്ചറിവിലേക്ക് നമ്മുടെ പുതുതലമുറ നമ്മളെ നയിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ദൈവം എന്ത് അതിശയം പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഈ ഒരു വേദഭാഗത്തിൻ്റെ രണ്ട് പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സംഖ്യാപുസ്തകം 22, 23, 24 വേദഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് ഇസ്രായേൽ ജനം അവരൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ മോവാബ് ദേശത്തെത്തുമ്പോൾ ജനസംഖ്യയെ പേടിക്കുന്ന ബാലാക്ക് എന്ന് പറയുന്ന രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾ ഇത്രയേറെ വലിയൊരു കൂട്ടമായതുകൊണ്ട് വാളുകൊണ്ട് അവരെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം വാക്കുകൊണ്ട് ശപിക്കുവാൻ തക്കവണ്ണം ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ അരിക്കൽ പോവുകയാണ്. അപ്പോൾ ഈ സംഖ്യാപുസ്തകത്തിൽ ആ 2-3 അധ്യായത്തിൽ നാം കാണുന്നത് ഒരുപക്ഷെ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്നൊരു വേദഭാഗമാണ്. കാരണം ബിലയാം എന്ന് പറയുന്നൊരു മനുഷ്യൻ, ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് വാളുകൊണ്ട് നശിപ്പിക്കാൻ ഇസ്രായേൽ ജനത്തെ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാക്കുകൊണ്ട് നശിപ്പിക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുകയാണ്. വേർഡിൽ നിന്ന് വേർഡ് കൊണ്ട് നശിപ്പിക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുകയാണ്. എന്നാൽ ആ ബിലയാം എന്ന് പറയുന്ന മനുഷ്യൻ പല പ്രാവശ്യം ഈ ശപിക്കുവാൻ തക്കവണ്ണം വരുമ്പോൾ, പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 7 മുതൽ 10 വരെ നമ്മൾ ആദ്യം കാണുമ്പോൾ അദ്ദേഹം പറയുന്നു, അവരെ ശപിക്കുവാൻ വരുന്ന അദ്ദേഹം പറയുന്നു, ഇവർ വേറിട്ട ഒരു ജനമാണ്, അവർ ആത്മീയതയുള്ളൊരു ജനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമുക്കൊക്കെ പേടിയുണ്ട്, ആരെങ്കിലുമൊക്കെ നമ്മളെ ശപിച്ചാൽ, ആരെങ്കിലുമൊക്കെ നമ്മളെ നിന്ദിച്ചാൽ നമ്മളങ്ങ് ഇല്ലാതെയായി പോകും എന്ന് പലരും നേരിടുന്നൊരു വലിയ പേടിയാണ്. പക്ഷേ ഇവിടെ ശപിക്കുവാൻ വരുന്നൊരു മനുഷ്യൻ, അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് അവൻ ദൈവത്തോട് ചേർന്ന ജനമാണെന്നാണ്. ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് വീണ്ടും കുറച്ചുകൂടെ മാന്യന്മാരായ ആളുകളെ വിടുകയാണ്. അപ്പോഴും നമ്മൾ കാണുന്നുണ്ട് 23-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ കാണുന്നു. അവിടെ ദൈവം അവരിലൊരു ദോഷവും കണ്ടില്ല, അകൃത്യമോ ദോഷമോ ഇല്ലാത്തൊരു ജനം എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. ആദ്യം പറഞ്ഞവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. രണ്ടാമത് പറയുന്നു എന്താണ്? അകൃത്യമോ ദോഷമോ ഇല്ലാത്ത ജനമാണ്. പിന്നെയും അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ ശപിക്കുവാൻ തക്കവണ്ണം 24-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അവരെ വീണ്ടും അനുഗ്രഹിക്കുന്നത് ഐശ്വര്യം എന്ന്, അല്ലെങ്കിൽ അവർ നദീതീരത്തെ തോട്ടം പോലെയും യഹോവ നട്ട അകിൽ മരങ്ങൾ പോലെയും അനുഗ്രഹമുള്ളവരാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപക്ഷെ വാക്കുകൊണ്ട് ശാപം കൊണ്ട് നശിപ്പിക്കുവാൻ തക്കവണ്ണം പോകുമ്പോഴും ആ മനുഷ്യൻ അറിയാതെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പറയുന്ന അവസാനത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 24-ാം അധ്യായം 15 മുതൽ 19 വരെ പറയുന്ന ഭാഗത്ത് യാക്കോബിൽ നിന്നൊരു നക്ഷത്രവും ഇസ്രായേലിന്റെ ചെങ്കോലും എന്ന് പറയുന്ന ദാവീദിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചുമുള്ള പ്രവചനങ്ങൾ ബിലയാമിൽ നിന്ന് വരുന്നതായി നമ്മൾ കാണുകയാണ്. അപ്പൊ നോക്കിക്കേ, വാക്കുകൊണ്ട് അനുഗ്രഹിക്കുവാൻ കഴിവുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ആ വാക്കിനെ തെറ്റായി വിനിയോഗിക്കുന്നില്ല. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പ്രിയമുള്ളവരെ, നോക്കിക്കേ, വാളുകൊണ്ട് നശിപ്പിക്കുവാൻ പറ്റിയില്ല ഒരു ജനസമൂഹത്തെ. വാക്കുകൊണ്ട് നശിപ്പിക്കാൻ പോയിട്ടും എന്ത് സംഭവിച്ചു? അനുഗ്രഹിക്കുന്നവരായി വന്നു. കാരണം എന്താണ്? അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. രണ്ടാമത്, അകൃത്യമോ ദോഷമോ അവരിൽ ഉണ്ടായിരുന്നില്ല. അവരിൽ ജീവിതത്തിൽ അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. അവരിൽ നിന്ന് ക്രിസ്തു ഉദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ, ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടും അദ്ദേഹം
കുതന്ത്രം ഉപയോഗിക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ബോംബ് കൊണ്ടിട്ടത്, കുടിവെള്ളത്തിൻ്റെയൊക്കെയാണ് ബോംബ് കൊണ്ടിടുന്നത്, എണ്ണയുടെ ഉൽപാദന ഇടങ്ങളിലേക്കാണ്, സ്കൂളുകളിലേക്കാണ്. നോക്കിക്കേ, അറിവിനെ, ആയുധത്തെ കുഞ്ഞുങ്ങളിലേക്ക്, മനുഷ്യന്റെ ഭക്ഷണത്തിലേക്ക്, മനുഷ്യന്റെ കുടിവെള്ളത്തിലേക്ക് ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും അവൻ അപകടകാരികളായി തീർന്നു എന്ന് പറയുന്നതിൻ്റെ പിൻപിൽ ഈ യുദ്ധം മുൻപോട്ട് പോയാൽ മനുഷ്യന്റെ ജീവിതം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ്. ആരാധിക്കുവാൻ പറ്റാത്ത, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത നൂറുകണക്കിന് കുഴികൾ കുഴിച്ച് കുഞ്ഞുങ്ങളെ അടക്കുന്ന ചിത്രങ്ങൾ കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ബിലയാം എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹിക്കാനുള്ള ആ കഴിവിൽ നിന്ന് അദ്ദേഹം അടുത്ത ഒരു തലത്തിലേക്ക് മാറുകയാണ്. നമ്മൾ ഓർക്കുക, വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. സ്വേർഡ് വാള്, വേർഡ് വാക്ക്, അടുത്ത വാക്കാണ് അദ്ദേഹം, അടുത്ത ആയുധമാണ് അദ്ദേഹം രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. സിൻ, പാപത്തിലൂടെ ആ മനുഷ്യരെ നീ പരാജയപ്പെടുത്തുക. മോവാബിലെ സ്ത്രീകളെ ഇസ്രായേൽ പാളയത്തിലേക്ക് അയക്കുന്നു. തെറ്റായ ജീവിത രീതിയിലേക്ക് അവർ പോകുന്നു, തെറ്റായ ആരാധനയിലേക്ക് അവർ പോകുന്നു. അവിടെ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി അവർക്ക് വരികയാണ്. അനേകർ കൊല്ലപ്പെടുകയാണ്. ഈ കാലഘട്ടവും നിങ്ങൾ നോക്കിക്കേ, 2025 ഗവൺമെന്റിന്റെ കണക്ക് പറയുന്നത് കേരളത്തിൽ 1250-ലേറെ പേർക്ക് HIV ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് കണക്കുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ കൊച്ചു കേരളത്തിൽ അത് 15-നും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലേക്ക് മാറുമ്പോൾ, ഒരു ഡോക്ടർ എന്തൊക്കെ പറഞ്ഞതുപോലെ അവർ കൈകളിൽ അടിക്കുന്ന ടാറ്റു പോലും, അവർ എടുക്കുന്ന ഇഞ്ചക്ഷന്റെ പാട് മാതാപിതാക്കൾ കാണാതെ ഇരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്വീകരിക്കുമ്പോഴും ചിലരെങ്കിലും അതിൽ നിന്ന് മാറി അവരുടെ ശരീരവും അവരുടെ ആഗ്രഹങ്ങളും അവിടെ ഇസ്രായേൽ ജനത്തിന്റെ ആളുകളുടെ അരികിലേക്ക് തെറ്റായ ജീവിത രീതി കടന്നു വന്നു എന്ന് പറയുമ്പോൾ 2000 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നമുക്കൊക്കെ പറ്റിപ്പോയ ഒരുപാട് പരാജയങ്ങളെക്കുറിച്ച് ലോകം വികസിപ്പിച്ചപ്പോൾ സംഭവിച്ച കൺസ്യൂമറിസത്തിൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഒക്കെ പ്രതിസന്ധികൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വന്നു. 3 മാസം ഒരു മൊബൈൽ കമ്പനിയുടെ ഒരു സിം 3 മാസം ഫ്രീ ആയി കൊടുത്തു. ഇന്ന് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത പുതുതലമുറയുടെ ജീവിതങ്ങളും നമ്മുടെ മുൻപിൽ നേർക്കാഴ്ചയാവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ വാക്കുകൾ ഓരോന്നും നമ്മൾ ഓർക്കുക. വാളുകൊണ്ടും വാക്കുകൊണ്ടും കൊല്ലാൻ പറ്റാത്ത മനുഷ്യരെ സിൻ അഥവാ പാപം കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മൾ ഈ കാലത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ, എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും മൈ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുൻപിൽ എൻ്റെ സ്പിരിച്വാലിറ്റിയാണ്, എൻ്റെ പള്ളിയാണ്, എൻ്റെ ദൈവമാണത് പറയാൻ എന്നെ സഹായിച്ചതെന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ HIV AIDS ബാധിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. എത്രയോ ഇന്നതിനേറെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും അവർ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. അതിനെ മാറ്റി നിർത്തുകയല്ല, ആ രോഗവും ചികിത്സിക്കേണ്ടുന്നതാണ്. എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ തെറ്റ് കാരണം ആ കുഞ്ഞുങ്ങളിലേക്ക് ഇത് പടർന്നിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രവും അറിവും ഒക്കെ തന്നെ നമ്മൾ എങ്ങനെ സമൂഹത്തിന് നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം അവിടെ നിന്ന് പോകുന്ന സമയത്ത് മോശയോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്. അവിടെ 5 രാജാക്കന്മാരെ കൊല്ലുന്നതായി നമ്മൾ കാണുന്നു. ആ 5 രാജാക്കന്മാരുടെയും പേരുകൾ, ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിക്കുന്നെങ്കിൽ നല്ലതാണ്. നമുക്കതിനെ അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാം. 5 രാജാക്കന്മാരെയാണ് അവിടെ കൊല്ലുന്നത്. അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തെ പേര് ഏവി എന്നാണ്. അതിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നിയന്ത്രണമില്ലാത്ത ശാരീരിക മോഹം എന്നാണ് ഒരുപക്ഷെ അവിടെ കാണുന്നത്.
മറ്റൊരു രാജാവ് എന്ന് പറയുന്നത് രേഖേം എന്ന് പറയുന്ന രാജാവാണ്. അത് പുറമെയുള്ള ആകർഷണത്തിന്റെ പ്രതീകമാണ്. അടുത്തത് സൂർ എന്ന് പറയുന്ന രാജാവാണ്. അതൊരു അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. പിന്നീട് ഹൂർ എന്ന് പറയുന്ന രാജാവിനെയാണ് ലോക പ്രശസ്തിക്ക് വേണ്ടിയും ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയുമുള്ള അമിതമായ ദാഹം എന്നതാണ് കാണുന്നത്. അഞ്ചാമത്തത് രേബ എന്ന് പറയുമ്പോൾ ആത്മീയതയില്ലാത്ത ഭൗതികമായ സംതൃപ്തിയുടെ പ്രതീകമാണ്. ആത്മീയതയില്ലാത്ത ഭൗതികമായ സംതൃപ്തിയുടെ പ്രതീകം. അപ്പോൾ ആ 5 രാജാക്കന്മാരെ അവിടെ കൊന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഒന്ന് പുനർവായിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മളതിനെ വായിച്ചെടുക്കുമ്പോൾ ഈ വാക്കുകൾ നിയന്ത്രണമില്ലാത്ത ശാരീരികമായ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഒരു ലക്ഷ്മണരേഖ ജീവിതത്തിൽ ഉണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നീട് എന്താണ്? ചായം പൂശി മാത്രമുള്ള ജീവിതമല്ല, പുറമെയുള്ള ജീവിതമല്ല. പിന്നീട് അധികാരത്തിന് വേണ്ടി ലോകം കൈയാളുന്ന അനുഭവമല്ല, ലോക പ്രശസ്തിക്ക് വേണ്ടി ഓടുന്നതല്ല, മറിച്ച് ആത്മീയതയുടെ ഒരു ജീവിതമാണ് വേണ്ടുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ബിലയാമിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ബിലയാം എന്ന് പറയുന്ന വലിയ പ്രവാചകന്റെ ജീവിതം അവനും 5 രാജാക്കന്മാരുടെ ഒപ്പം കൊല്ലപ്പെടുകയാണ്. നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എത്രയോ വലിയ മനുഷ്യർ ഈ ലോകത്തെ ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ തെറ്റായി ജീവിച്ചുവെങ്കിൽ അവരുടെ അവസാനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിലയാം എന്ന് പറയുന്ന മനുഷ്യനും കൊല്ലപ്പെടുകയാണ്. കാരണം പാപത്തെ പടർത്തിയവനാണവൻ. വാളുകൊണ്ടും വാക്കുകൊണ്ടും പറ്റാത്തതിന് പാപം കൊണ്ട് ഒരു സമൂഹത്തെ പങ്കിലമാക്കുവാൻ ശ്രമിച്ചവൻ അവൻ നശിച്ചു പോവുകയാണ്. എന്നാൽ ബിലയാമിന്റെ കഴുതയുടെ ജീവിതം നമുക്കറിയാം. ആ കഴുത ദൈവദൂതനെ കണ്ടിട്ട് വഴിയിൽ നിന്ന് വയലിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞത് മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കുവഴിയിലേക്ക് മാറുന്നു. അതിനെ മതിലിനോട് ചേർന്ന് ബിലയാമിന്റെ കാല് ഞെക്കുന്നു. പിന്നീട് മുൻപിലേക്ക് പോകാൻ പറ്റാതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ കഴുത ദൈവത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ബിലയാം എന്ന് പറയുന്ന മനുഷ്യൻ ധനത്തിന് വേണ്ടി മാത്രം ഓടിയപ്പോൾ ദൈവത്തിനെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ ഒപ്പമായിരുന്നൊരു സാധാരണ മൃഗം ദൈവത്തെ കണ്ടു. ഇതൊരു വലിയ ആത്മീയ അർത്ഥം ഇതിനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനു മാത്രമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ നയിക്കുന്ന ദൈവത്തെ പലപ്പോഴും കാണാൻ പറ്റാത്ത ഒരു അനുഭവം നമുക്കുണ്ടാകാം. പ്രത്യേകിച്ച് ബൃഹദാരണ്യ ഉപനിഷത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, പ്രജാപതി തൻ്റെ മക്കളായിരിക്കുന്ന 3 പേരുടെയും വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് അതിൽ 1 ദേവന്മാർ, 2 മനുഷ്യർ, 3 അസുരന്മാർ. ആ ഉപനിഷത്തിലെ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ 3 മക്കളുടെയും വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ അവരോട് തങ്ങൾക്ക് അറിവ് പകർന്നു തരുവാൻ പ്രജാപതിയോട് പറയുമ്പോൾ ദേവന്മാരോടും അസുരന്മാരോടും മനുഷ്യരോടും ഒറ്റ അക്ഷരമാണ് ആ പിതാവ് പറയുന്നത്, ദ എന്ന് പറയുന്ന ഒരക്ഷരം. അപ്പം അത് പറയുവാൻ കാരണമുണ്ട്. ദേവന്മാർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവിടെ കാണുന്നത് സുഖഭോഗത്തിന് അമിതമായി ആഗ്രഹിക്കുന്നവർ എന്നൊരർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞ ദ എന്ന വാക്കിന്റെ അർത്ഥം ദമം എന്നാണ് അവർ മനസ്സിലാക്കേണ്ടുന്നത്. കാരണം ഇന്ദ്രിയ നിഗ്രഹം, കൺട്രോൾ യുവർ സെൻസസ് എന്നുള്ളതാണ് ദേവന്മാർക്ക് പ്രജാപതി നൽകിയ അനുഗ്രഹം. രണ്ടാമത് മനുഷ്യന് നൽകിയ അനുഗ്രഹവും അതേ അക്ഷരം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വാർത്ഥതയും വസ്തുക്കൾ എപ്പോഴും സ്വരൂപിച്ചു വെക്കുവാനുള്ള ആഗ്രഹവും മനുഷ്യർക്കുണ്ടായതുകൊണ്ട് ദ എന്നതിന് ദത്ത അല്ലെങ്കിൽ ദാനം എന്നതാണ് മനുഷ്യനോട് പ്രജാപതി അരുളുന്നത്. മൂന്നാമത് അസുരന്മാർ എപ്പോഴും അവരുടെ ഭാവം ക്രൂരഭാവമാണ്. അവര് ദയ അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആകുവാൻ തക്കവണ്ണമാണ് അവരോട് പ്രജാപതി പറയുന്നത്. നോക്കിക്കേ,
ഈ മൂന്ന് ഭാവവും നമ്മളിൽ വല്ലപ്പോഴുമൊക്കെ വരാറില്ലേ? ദേവന്റെയും അസുരന്റെയും മനുഷ്യന്റെയും ഒക്കെ ഭാവം നമ്മളിലും വന്നു നിറയാം. പക്ഷെ അപ്പോഴും ഈ ഉപനിഷത്ത് പറയുന്നത് ഇടിവെട്ടുന്ന സമയത്ത് ദ ദ ദ എന്ന ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ദമം, ദയ, ദാനം എന്ന വാക്കുകളായിട്ടാണ് ഓരോ ഇടി മുഴങ്ങുമ്പോഴും മനുഷ്യൻ കേൾക്കേണ്ടുന്നതാണ് ഈ ഉപനിഷത്ത് മനുഷ്യനോട് പറയുന്നത്. നമ്മൾ കുഞ്ഞുനാളിൽ ഇടി വെട്ടുന്ന സമയത്ത് നമ്മളുടെ മാതാപിതാക്കൾ പറഞ്ഞ എന്താണ്? കുരിശു വരയ്ക്കാനാണ്. പക്ഷെ ഭാരത സംസ്കാരത്തിൽ കാണുന്നു, നമ്മുടെ ഉള്ളിൽ ഈ മൂന്ന് ഭാവങ്ങൾ ഉള്ളപ്പോഴും നമ്മൾ ദയ, ദമം, ദാനം എന്ന മൂന്ന് ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളുടെ യഥാർത്ഥ നിയോഗത്തിലേക്ക് നമ്മളെ നയിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് എ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറയുന്ന ജെ ഷെട്ടിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ധർമ്മ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് പാഷൻ, അതോടൊപ്പം തന്നെ യൂസ്ഫുൾനെസ്, എക്സ്പീരിയൻസ്, ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ഒരു പറയുന്നൊരു വാക്കാണ് യൂസ്ഫുൾനെസ് എന്നുള്ളതാണ്. ഉപയോഗപ്രദമായ ഒരു ജീവിതം നീ നയിക്കുന്നതാണ് നിന്റെ ധർമ്മം. അപ്പോൾ സയൻസും സ്പിരിച്വാലിറ്റിയും അതിനെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ, സാമുവൽ മോഴ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തി ലോകത്തിലെ ആദ്യത്തെ സന്ദേശം സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യത്തെ ലോകത്തിന്റെ മുൻപിൽ ദൈവം എന്ത് ചെയ്തു എന്ന ഒരു വാചകമായി പടർത്തി വെക്കുമ്പോൾ, ഇന്ന് സയൻസിന്റെ വളർച്ചയിലൂടെ ഓരോ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് നോബൽ പ്രൈസ് എന്ന് പറയുന്ന സമ്മാനം ലഭിക്കുവാൻ കാരണം ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിലൊരു വാർത്ത വരുമ്പോൾ, അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു മരിച്ചത്. പക്ഷേ ആ പത്രലേഖകൻ ഒരു തെറ്റുപറ്റി, അദ്ദേഹം ഒരു തലക്കെട്ടെഴുതി, മരണത്തിന്റെ മൊത്ത വ്യാപാരി ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. ആ ഒരു വാർത്ത വായിക്കുന്നത് ആൽഫ്രഡ് നോബൽ തന്നെയാണ്. അദ്ദേഹം തന്നെ വായിക്കുകയാണ്, എന്താ? മരണത്തിന്റെ മൊത്ത വ്യാപാരി മരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ ചിന്തയുണ്ടാക്കുകയാണ്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച എഴുത്തുകാരനായ, ഒരുപാട് പേറ്റന്റുകൾ സ്വന്തമാക്കി, കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കി ഞാൻ മരിക്കുമ്പോൾ ഒരു പത്രലേഖൻ എന്നെ കുറിച്ച് എഴുതിയത് മരണത്തിന്റെ മൊത്ത വ്യാപാരി എന്നാണ്. അത് പാടില്ല, അത് പാടില്ല, അങ്ങനെ അടയാളപ്പെടുത്തുവാൻ പാടില്ല എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തതാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വിലയുള്ള സമ്മാനം. ഭാരതത്തിൽ നിന്ന് കൈലാഷ് സത്യാർത്ഥിക്ക് ആ നോബൽ പ്രൈസ് കിട്ടുമ്പോൾ ഇന്ത്യയിൽ അധികം പേർ അദ്ദേഹത്തെ അറിഞ്ഞില്ല. കാരണം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ ബാലവേലയിൽ നിന്ന് രക്ഷിച്ച കൈലാഷ് സത്യാർത്ഥിയെ ഇന്ത്യയിലെ പലർക്കും അറിയുകയില്ല. ബച്പൻ ബചാവോ ആന്തോളനിലൂടെ ഇന്ത്യയിൽ നിന്ന് ഓരോ 6 മിനിറ്റിലും ഇന്ത്യയിൽ നിന്ന് കാണാതാകുന്ന ഒരു കുട്ടി എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ, ഒരു പാറമടയിലേക്കൊക്കെ പോയി അവിടെ നിന്ന് 40 പേരെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ, അവിടെ ഇരുന്ന ആ കുട്ടികൾക്ക് പഴം കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് അത് പൊളിക്കാതെ ആ കുഞ്ഞ് തിന്നുമ്പോൾ പറയുകയാണ്, ഇത്രയും വലിയ ഉരുളൻകിഴങ്ങും തക്കാളിയും ഞങ്ങൾ തിന്നിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് വൈകി എന്നുള്ളതായ കൈലാഷ് സത്യാർത്ഥിയുടെ പുസ്തകം നമ്മുടെ എല്ലാ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. കാരണം ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കാണാതാകുന്ന ഓരോ കുട്ടികളും എവിടെ പോകുന്നു എന്നുള്ള അന്വേഷണമാണ്. നിങ്ങൾ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യമാണ് ആ ഒരു പെൺകുട്ടി കൈലാഷിനോട് ചോദിക്കുന്നത്. നോക്കിക്കേ, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ കൈലാഷ് സത്യാർത്ഥിയെ അറിയുന്നത്. ആ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ അദ്ദേഹം ആർക്കാണ് അത് കൊടുത്തത്? പാകിസ്ഥാനിലെ ഒരു ക്രിസ്തീയ ബാലൻ ഇക്ബാൽ മെസ്സി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എല്ലാവരും അറിയും. പക്ഷേ തൻ്റെ ചെറുപ്രായത്തിൽ 12 വയസ്സിൽ വെടിയേറ്റ് മരിക്കുന്നതിന് മുൻപ് 3000-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് രക്ഷിച്ച ഇക്ബാൽ മെസ്സി. നോക്കിക്കേ, കേരളത്തിൽ പോലും മനുഷ്യക്കടത്തിന്റെ ഏജന്റുമാരുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, എഴുത്തെന്ന് പറയുന്ന മാസികയിൽ അതിൻ്റെ വാർത്തകളൊക്കെ വരുമ്പോൾ, നിശ്ചയമായും നമ്മൾ ഓർത്തിരിക്കുക, നമുക്കെല്ലാവർക്കും ഒരുപാട് ധർമ്മങ്ങൾ ഈ ലോകത്തിൽ ചെയ്യാനുണ്ട്.
നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സാമുവൽ മേഴ്സിന്റെ അരികിൽ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അനുവാദം കിട്ടി. എന്തിനാണ്? തൻ്റെ ഭാര്യ മരിച്ച സങ്കടത്തിൽ ഇനി ഒരാൾക്കും ഒരു സന്ദേശം വളരെ വേഗം കിട്ടണമെന്ന ആഗ്രഹത്തിൽ, അമിതമായ ആഗ്രഹത്തോടെ അദ്ദേഹം കണ്ടുപിടിച്ച ടെലഗ്രാഫ്. വളരെ സന്തോഷത്തിൽ അദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആയിരിക്കും ഇതിലൂടെ ആദ്യം വരുന്ന വാചകം. നോക്കിക്കേ, അവിടെ വന്ന ശബ്ദമാണ് ദൈവം എന്ത് പ്രവർത്തിച്ചു. ആരാണ് ഈ പെൺകുട്ടിക്ക് ആ വേദഭാഗം കൊടുത്തത്? ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമ്മൾ കണ്ടത് ശപിക്കുവാൻ കൊണ്ടുവന്ന ബിലയാമെന്ന് പറയുന്ന അറിവുള്ള ഒരു മനുഷ്യന്റെ പതനത്തിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിന് അനുഗ്രഹവാചകമാണെങ്കിൽ, ഈ പെൺകുട്ടിക്ക് ഈ വാക്യം കൊടുത്തത് ആരാണ്? ആനി എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം എന്ന് പറയുന്ന അത് കൊടുത്തത് ആരാണ്? അത് ആനിയുടെ അമ്മയായ നാൻസി ഗുഡ്വിൻ എൽസ്വർത്ത്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ അമ്മയെ കാണാഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് ആരുമില്ലാത്തൊരമ്മയെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോൾ ആഗ്നസ് എന്ന് പറയുന്ന കുട്ടി അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മ പറഞ്ഞത്, മോളെ നീയും ഇതുപോലെ ചെയ്യണം. അമ്മയുടെ ജീവിതവും അമ്മയുടെ ഒരു വാക്കും ഭാരതത്തിന് മദർ തെരേസ എന്ന് പറയുന്ന ഒരമ്മയെ സമ്മാനിച്ചു എന്നുള്ളതാണ്. സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം തികയാതെ വരുമ്പോൾ വീട്ടിലൊന്ന് വിശന്നിരിക്കുന്ന ചെറിയ ബാലനോട് അമ്മ ചോദിച്ചു, മോനെ നിന്റെ ഭക്ഷണം എന്തിയേ? അപ്പൊ പറഞ്ഞു, അമ്മ എൻ്റെ കൂട്ടുകാരന് ഭക്ഷണമില്ല. അങ്ങനെ ആ അമ്മ കൂട്ടുകാരനൂടെ കൊടുത്തു വിട്ടു. അങ്ങനെ മൈ ഡിയർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയുടെ മുൻപിൽ ഇന്ത്യയുടെ പൈതൃകങ്ങളെ പടർത്തി വെക്കുമ്പോൾ ആ അമ്മ കൊടുത്തുവിട്ട പൊതിച്ചോറ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സാമുവൽ മേഴ്സിന് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യം ദൈവം എന്ത് ചെയ്തു എന്ന് പറയുന്ന വാചകം ആ പെൺകുട്ടി കൊടുക്കുമ്പോൾ, നാൻസി എന്ന് പറയുന്ന ഒരമ്മ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ ഭർത്താവും ഒരു കമ്മീഷണർ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് ആ രാജ്യത്തെ ഒരു വലിയ പ്രത്യേകിച്ച് ഭരണഘടനയുടെ ശില്പിയൊക്കെ ആയിരുന്നു. ഇങ്ങനെ വലിയ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും, വലിയ ജോലി ഉണ്ടായിരുന്നിട്ടും, വലിയ പദവികൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന് അവർ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഞാൻ ഈ അടുത്തിടെ ഒരു പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞു, വരയും വരിയും വയൽക്കിളികളുമെന്ന് കുട്ടികളുടെയും യുവാക്കളുടെ ഇടയിലുള്ളതായ പ്രോഗ്രാമാണ് നയിക്കുന്നത് പലപ്പോഴും. അപ്പം അങ്ങനെ ഒരു പള്ളിയിൽ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിക്കുന്നത് ആരൊക്കെയാണ്? അപ്പോൾ അതിൽ ഒരു കുട്ടി കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മാതാപിതാക്കൾ. രണ്ടാമതിൽ വേറൊരു കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്. മൂന്നാമതൊരു കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ റിലേറ്റീവ്സ്. അടുത്തൊരു കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ ടീച്ചേഴ്സ്. അടുത്തൊരു കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ ട്യൂഷൻ ടീച്ചേഴ്സ്. ഞാൻ സ്തബ്ധനായി പോയി. നമ്മളുടെ വിചാരം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു എന്നാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എത്രയോ ക്ലാസ്സുകൾ എടുക്കാൻ പോയി, പലയിടങ്ങളിലും പോയെങ്കിലും ഒരിടത്തുനിന്ന് ഞാൻ കേട്ട വാക്കുകൾ എൻ്റെ ഹൃദയത്തിലാണ് വന്ന് വീണത്. ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നത്. സത്യമാണ്, എത്രയോ കൂടുകളിലാണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് തളച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ പലരും തിരക്കുക, ഏത് ഹോസ്റ്റലിലാണ് പിള്ളേരെ ആക്കണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് അന്നേരം വളർത്തിക്കോളാം, തിരിച്ചു തരത്തില്ലെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഓരോ കൂടുകളെ കൊണ്ട് അടച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസം. എത്ര കുട്ടികളാണ് അവിടെ തന്നെ. അടുക്കൊരു നിതിൻ എന്ന് പറയുന്നൊരു കുഞ്ഞ് മരിച്ചുപോയി അല്ലേ, അവനെ കേൾക്കാൻ ആരുമില്ലാതെയായി. ദുഷ്ടന്മാരായ മനുഷ്യരുടെ നടുവിൽ നോക്കിക്കേ, നമ്മളുടെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ. നമ്മളുടെ വിചാരം നമ്മൾ എന്തൊക്കെയോ അവർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ പുതിയ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ
നമ്മളുടെ സഹായമൊന്നുമില്ലെങ്കിലും ഒരു വിത്ത് പോലെ അവർ വളരും. നമ്മൾ അവരുടെ ഒപ്പം നിന്നാൽ മതി. പക്ഷെ ഒരു കാരണവശാലും അവരുടെ ചിറകുകളിലെ തൂവലുകൾ നമ്മൾ കൊഴിക്കരുത് എന്നുള്ളതാണ്. എന്താണ് ഒരു അപ്പനും അമ്മയും ചെയ്യേണ്ടുന്നത്? മരിക്കുന്ന സമയത്തും വഴിയിൽ മരിച്ചു കിടക്കുമ്പോഴും അയ്യപ്പൻ എന്ന് പറയുന്ന കവിയുടെ കൈയുടെ മടക്കിലൊരു കവിതയുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്: നട്ടുച്ച വെയിലിൽ ഞാൻ പോകവേ എന്നുച്ചി തണുപ്പിച്ചതൻ അച്ഛന്റെ കൈപ്പടം. നട്ടുച്ച വെയിലിൽ പോകുമ്പോൾ നമ്മുടെയൊക്കെ തല തണുപ്പിച്ച് നമ്മുടെ അപ്പന്റെ കൈപ്പടമായിരുന്നു. നമ്മളുടെ കൈപ്പടം ഈ ചൂടിന് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹിക തിന്മകളുടെയും ഒക്കെ നടുവിൽ അവരുടെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ ഒരു കൈയായി വിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അച്ഛനുറങ്ങാത്ത വീട് എന്ന പുസ്തകത്തിൽ മധുസൂദനൻ നായർ ഇങ്ങനെ കുറിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ച്: പൊക്കിൾ വള്ളി മുറിഞ്ഞാലും മുറിയിൽ ആത്മബന്ധം, തിങ്കളിൽ നിന്നു വേർപെട്ടു നിലാവിനെങ്ങു വേരിടം. ഒരമ്മ രാത്രിയിലെ നിലാവാണ്, അച്ഛൻ പകലിലെ അവന്റെ കൈയാണ് അവനെ നയിക്കുന്നതെങ്കിൽ ഒരമ്മ ഓരോ രാത്രിയിലെയും നിലാവാണ്. ഞാനൊരു പള്ളി ശുശ്രൂഷയുമ്പോൾ ഒരു അമ്മ പറഞ്ഞതാണ്, രാത്രി 2 മണിക്കും 3 മണിക്കും അമ്മയുടെ കണ്ണുനീര് കാലേ വീണിട്ട് ഉണർന്നിട്ടത് ഉണ്ട്. നമ്മളുടെ എത്ര പേരുടെ കണ്ണുനീര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂർധാവിൽ വീണിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പരാജയം പറ്റിയിരിക്കുന്നത്? ലോകത്തെ സ്വാധീനിച്ച സാമുവൽ മേഴ്സ് എന്ന് പറയുന്ന മനുഷ്യനാദ്യമായി വൈദ്യുതരംഗങ്ങളിലൂടെ ദൈവം എന്ത് ചെയ്തു എന്നുള്ള സന്ദേശം നൽകിയ ആനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ നാൻസി, ആ പിതാവ്, ഇങ്ങനെ ഹെൻറി എന്ന് പറയുന്ന പിതാവ്, ഇവരൊക്കെ ചേർന്ന് ലോകത്തിന് തന്നിരിക്കുന്ന ആദ്യത്തെ സന്ദേശം ദൈവം എന്ത് ചെയ്തു എന്നാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഡാർക്ക്നെസ് എന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡിജിറ്റൽ ഡാർക്ക്നെസ് എന്ന് പറയുന്നൊരു വലിയ അപകടാവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഡാർക്ക്നെസ് എന്ന ആ വാക്കിൽ തന്നെയുള്ള ചില ചെറിയ ആദ്യത്തെ ഡി പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ഡാർക്ക്നെസ്സിനെയാണ്. ഈ അടുക്കെ ഞാനൊരു പക്ഷേ പലയിടത്തും പ്രസംഗിച്ചതാകാം. ഒരു 1-ാം ക്ലാസ് കുഞ്ഞിരുന്ന് മൊബൈലിലൊന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ പേരെന്താണ്? പേര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, എത്രയിലാണ് പഠിക്കുന്നത്? 1-ലാണ്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, ഈ മൊബൈൽ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ കണ്ണ് പൊട്ടിപ്പോവില്ലേ? അപ്പൊ കുഞ്ഞിനോട് പറഞ്ഞു, കണ്ണ് പൊട്ടിപ്പോട്ട്. ഞാൻ അച്ഛന് വിഷമമായില്ലേ? തന്തയ്ക്കോ തള്ളയ്ക്കോ? കണ്ണ് പൊട്ടിപ്പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഒരു 1-ാം ക്ലാസ്സിലെ ഒരു കുഞ്ഞ് അത് ഡാർക്ക്നെസ്സിലാണോ ലൈറ്റിലാണോ? അപ്പൊ നിങ്ങൾ നോക്കി, ആ ഒരു പ്രതിഭ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഒരുപക്ഷെ ഡിജിറ്റൽ ടൈം അല്ലെങ്കിൽ ആ ഒരു സമയത്തെ പ്രായം അല്ലെങ്കിൽ 15 വയസ്സ് വരെ വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഇനി നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിക്കുമോ? ഇരിക്കും നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതാണ്. പലപ്പോഴും അവർ ഒരു ഡിജിറ്റൽ ഡാർക്ക്നെസ്സിൽ പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് അതിലൂടെ സംഭവിക്കുന്നത്? മഴയുണ്ടാകുന്ന സമയത്ത് പുഴയിൽ നിന്ന് വെള്ളം കയറുമ്പോൾ ഗുഹകളിലൊക്കെ വെള്ളം കയറും. ആ സമയത്ത് കുറച്ച് മത്സ്യങ്ങളൊക്കെ ഗുഹയിൽ അകപ്പെട്ടു പോകും. അങ്ങനെ അകപ്പെട്ടു പോകുന്ന മത്സ്യങ്ങൾ അവിടെ കഴിയും. അടുത്തൊരു മഴ വന്നില്ലെങ്കിൽ, പ്രളയം വന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മത്സ്യങ്ങൾ കണ്ണുകളുണ്ടെങ്കിലും കാഴ്ചകളില്ലാത്ത മത്സ്യങ്ങളായിരിക്കും. കണ്ണുണ്ടെങ്കിലും കാണുവാൻ പറ്റാത്തൊരു സമൂഹം ഇവിടെ വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ കൂടുകയാണ്. ഓഡിയോളജിസ്റ്റിനെ ആയിരിക്കും ഞാനൊരിക്കൽ പോകേണ്ടി വന്നപ്പോൾ എൻ്റെ പുറകെ നിൽക്കിയ 10-25 കുഞ്ഞുങ്ങൾ 200 പേജിൻ്റെ ബുക്കുമായിട്ട്. കാരണം സംസാരമില്ല.
കാഴ്ചയില്ല, കേൾവിയില്ല. കാരണം ഡിജിറ്റൽ ഡാർക്ക്നെസ്സിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് വരാൻ പറ്റാതെ റീലിൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഒതുങ്ങിപ്പോകുന്നു. ഡാർക്ക്നെസ്സിന്റെ അടുത്ത അക്ഷരം നിങ്ങൾ നോക്കിക്കേ, എ എന്നുള്ളതാണ്. DA. HIV എയ്ഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കേണ്ടുന്ന കാര്യം ആ മേഖലയാണ്. 1250 മുകളിൽ മനുഷ്യർക്ക് അത് ബാധിക്കുമ്പോൾ അടുത്ത വർഷത്തെ കണക്ക് എത്രയായിരിക്കാം? നല്ല അവയർനെസ് ആ മേഖലയിൽ വേണം. അടുത്ത അക്ഷരം നോക്കി, DAR. റിലേറ്റിവിസം. ഏറ്റവും ശ്രദ്ധിക്കണം, ധാർമ്മികമായി ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ശരി, നിനക്ക് നിന്റെ ശരി. പോസ്റ്റ് ട്രൂത്ത് കാലത്തിന് ശേഷം അവരവർക്ക് അവരവരുടെ ശരികളായി മാറുമ്പോൾ ആർക്കും ആരെയും കൊല്ലാം. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നിരിക്കുമ്പോൾ ലോകത്തെ ഭരിക്കുന്ന പല നേതാക്കന്മാരുടെയും പേരുകൾ അവിടെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ അവർ എന്ത് ചെയ്തുവെന്ന് ലക്ഷക്കണക്കിന് വീഡിയോകൾ ലോകത്ത് പ്രചരിക്കുമ്പോൾ ധാർമ്മികത എന്താണെന്ന് ലോകത്തോട് ആര് വിളിച്ചു പറയും എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാണാതാകുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും ശരീരങ്ങൾ എവിടേക്ക് പോകുന്നു എന്നുള്ളത് അന്വേഷിക്കുവാൻ പറ്റാത്ത കാലമായിരിക്കും നമുക്കറിയാം. അപ്പോൾ ധാർമ്മികമായ തകർച്ച. ഓരോ ഉത്സവങ്ങൾ, ഓരോ പെരുന്നാളുകൾ, ഓരോ ആഘോഷങ്ങൾ കഴിയുമ്പോഴും അടികൊണ്ടും ചവിട്ടുകൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ മരിക്കുന്ന അവസ്ഥ. മധുവിൽ നിന്ന് നിതിനിലേക്കും ഇങ്ങനെ അടുത്ത വാക്ക് കെ എന്നാണ്. കില്ലിംഗ് എന്നുള്ള, ആരെയും കൊല്ലാം. അപ്പൊ ഡാർക്ക്നെസ് എന്ന വാക്കിൽ DARK, കില്ലിംഗ്, ആരെയും ആർക്കും കൊല്ലാം. പിന്നീട് നാം കാണുന്നത് N എന്ന വാക്കാണ്. നമ്മൾ ഏറെ ശ്രദ്ധിക്കണം, നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞൊരു വാചകം നമ്മൾ ഓർത്തു വെക്കുക, ദൈവം എന്ത് ചെയ്തു? നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റാറ്റസ് ആക്കേണ്ടുന്നത് വേദപുസ്തകമാണ്. നെഗറ്റിവിറ്റി നമ്മൾ പടർത്തുമ്പോൾ നമ്മൾ ഓർക്കുക, വചനം എഴുതുവാൻ തക്കവണ്ണം നമ്മൾ തുടങ്ങണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് വചനത്തെ എഴുതുക എന്നുള്ളതാണ്. അത് ഗീതയിലെ ആകാം, അല്ലെങ്കിൽ ഏത് ആത്മീയ ബുക്കുകളിലെ ആണെങ്കിൽ പോലും നല്ല കാര്യങ്ങളെ നമ്മുടെ സ്റ്റാറ്റസ് ആക്കാനും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും അവരോടത് സംസാരിക്കുവാനും തക്കവണ്ണം നമുക്കിടയാകണം. ഡാർക്ക്നെസ്സിലെ അടുത്തൊരു അക്ഷരം E എന്നുള്ളതാണ്. ഈഗോ എന്നുള്ളതൊരു വലിയ, നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിലും അത് നാർസിസത്തിലേക്ക് പോകുമ്പോൾ അതൊരു വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കാരണം ഒരാൾ കരയരുത്. ആ നിതിൻ എന്ന് പറയുന്ന കുഞ്ഞ് മരിച്ചതുപോലെ അവനെ വിളിച്ചത് പുഴുത്ത പട്ടി എന്നാണ് ആ മനുഷ്യൻ. പക്ഷേ ആ കുട്ടിയുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആ മനുഷ്യന്റെ ഈഗോ വളരുമ്പോൾ സാധാരണക്കാരനെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എന്നത് നമുക്ക് സങ്കടത്തിന്റെ വാർത്തയാണ്. സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് അടുത്ത S എന്ന വാക്ക്. എന്നാൽ അവസാനത്തെ അക്ഷരത്തിലേക്ക് വരുമ്പോൾ ഒരു സ്പിരിച്വൽ ഡീകേ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ വീണ്ടെടുക്കേണ്ടുന്നത് ഒരു സ്പിരിച്വാലിറ്റിയാണ് എന്നതാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അത് തന്നെയാണ്. അവിടേക്ക് അതിന് തിരിച്ചു വരികയാണ്. നമ്മൾ എന്ത് നേടിയാലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വസ്ത്രങ്ങൾ കൊടുത്താൽ അത് പഴകിപ്പോകും, ഭക്ഷണം കൊടുത്താൽ അന്നത്തേക്കാണ്. പക്ഷേ ആരാധന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ, പ്രവാസികളായി അവർ എവിടെ പോയാലും, ഈ ഭൂമിയിൽ അവർ എവിടെയാണെങ്കിലും, പഴകിപ്പോകാത്ത വസ്ത്രവും തീർന്നു പോകാത്ത സമ്പത്തും
ആരാധനാ ജീവിതമാണ് എന്ന് അവരെ പഠിപ്പിക്കുവാൻ ആൻ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് സാമുവൽ മേഴ്സണോട് പറയുന്നു, ഇതാ നിങ്ങളുടെ ടെലഗ്രാഫിന് അനുവാദം കിട്ടി. അപ്പോൾ സാമുവൽ മേഴ്സ് പറയുന്നു, മകളെ, ഇത്രയും വലിയൊരു സന്തോഷം നീ എൻ്റെ അരികെ വന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സന്ദേശം തെരഞ്ഞെടുക്കുവാനുള്ള അനുവാദം നിനക്കാണ്. അവൾ അമ്മയോട് ചെന്ന് ചോദിക്കുന്നു, അമ്മ എന്ത് വേണം? അമ്മ പറയുന്നു, സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം, ഇതാ വാക്കുകൊണ്ട് ശപിക്കുവാൻ പോയവൻ ജനത്തെ അനുഗ്രഹിച്ചതായ ഒരു വാചകം. ദൈവം എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു എന്ന വാക്കിലൂടെ ലോകം കടന്നു പോകുമ്പോൾ സയൻസും സ്പിരിച്വാലിറ്റിയും രണ്ടും നമ്മുടെ സമൂഹത്തിനും പുതുതലമുറയ്ക്കും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായ ജീവിത രീതികളിലല്ല, ആത്മീയതയ്ക്ക് പുതിയ തലമുറ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. അതിന് നമുക്കും നമ്മുടെ ആത്മീയതയെ നമ്മുടെ തലമുറയുടെ ആത്മീയത നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശദമായി ജീവിക്കുവാൻ തക്കവണ്ണം ഇത് പറഞ്ഞ ഞാനും എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും തീരുമാനിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പുതിയ തലമുറ അവർ സ്പിരിച്വലാണ്. അവരുടെ സ്പിരിച്വാലിറ്റി നമ്മളായി നശിപ്പിക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്ന, നമ്മുടെ അമ്മമാർ നമുക്ക് ചൊരിഞ്ഞു തന്നതായ നമ്മുടെ പൈതൃകങ്ങളെ പിൻപറ്റിക്കൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനി കാട്ടിത്തന്ന ജീവിത വിശുദ്ധിയുടെ വഴിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചു വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ബറക്കമോർ, നല്ലവനായ ദൈവമേ, അനുഗ്രഹീതമായൊരു ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നു. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം, ഈ ലോകം കാണുന്നതായൊരു വലിയ സന്ദേശം, ദൈവം എന്ത് ചെയ്തു? എൻ്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവുകൾ എൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഈ നിമിഷം വരെയും ഇവിടെ ആയിരിക്കുവാനിടയായി ഇന്നലകളിൽ വഴി നടത്തി സന്തോഷങ്ങളിലും സഹനങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം എൻ്റെ ദൈവമേ, നീ തന്നെ എൻ്റെ സഹയാത്രികനായിരുന്നു. പരിശുദ്ധൻ്റെ ചെറുപ്രായത്തിൽ അമ്മയുടെ സാന്നിധ്യമുണ്ടായി ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് മലങ്കരയുടെ ലോകത്തിന് മുൻപിൽ പ്രളയത്തിൻ്റെ നടുവിൽ ഏറ്റവും ഉയർന്നു നിന്ന ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിച്ച ഇടം ഇവിടെയായിരുന്നു. അതുപോലെ ആത്മീയതയുടെ ഇടം എന്നും കർത്താവെ, പുതുതലമുറയെ പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സയൻസും സ്പിരിച്വാലിറ്റിയും മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒന്നിനെയും മാറ്റി നിർത്തേണ്ടുന്നതല്ല. പക്ഷേ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന വലിയ തിരിച്ചറിവിൽ ഞങ്ങളുടെ മക്കളെ നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്ന കൃപകൾക്കായി സ്തോത്രം. സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ.